പ്രിയപ്പെട്ടവരെ, ഉസ്താദ് അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അല്ലാഹു ഉസ്താദ് അവരോടൊപ്പം നമ്മളെ എല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ബഹുമാനപ്പെട്ട അലവിക്കുട്ടി ഉദവി ഉസ്താദിൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ചവരാണ്. ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ പലരും ഇവിടെ വന്ന് ഉസ്താദിൻ്റെ ആ ഖബറിൽ ഒന്ന് സിയാറത്ത് ചെയ്ത് അതൊരു പുണ്യമായി കരുതിക്കൊണ്ട് വളരെ ദൂരെ നിന്ന് ആലുവയിൽ നിന്ന് ഞാൻ ഉച്ചയ്ക്ക് ശേഷം പുറപ്പെട്ട് ഇവിടെ എത്തിയതാണ്. അൽഹംദുലില്ലാഹ് ഇവിടെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നിങ്ങളൊക്കെ ഇവിടെ ഒരുമിച്ച് നിങ്ങളെ ഈ നാട്ടിൽ വരെ നിങ്ങളൊക്കെ കാണാനും ഈ പ്രദേശത്തെ ആ ഒരു വൈജ്ഞാനികമായ ഒരു സൗരഭ്യത്തിൽ പങ്കുചേരാനൊക്കെ കഴിഞ്ഞു. റഹ്മാനായ റബ്ബേ, അല്ലാഹു ഖബൂൽ ചെയ്യണേ. അല്ലാഹ് ദുആ ചെയ്യാം. الحمد لله الحمد لله الحمد لله رب العالمين. آمين. وفي نعمه وكافر مزيدا. اللهم صل على سيدنا محمد وآله وأهل بيته وصحبه وسلم. اللهم اوصل وبلغ ما قرأناه من القرآن العظيم وما قدمناه هدية مقبولة مرضية منا إلى حضرة حبيبنا وسيدنا محمد. اللهم ارزق لنا في الدنيا زيارته مرارا في الدارين شفاعته وأولدنا حوضه المورود. اللهم اسقنا من كأسه ومحبته يا أرحم الراحمين. اللهم إلى حضرة أنبياء الله ورسله أجمعين، إلى حضرة أصحاب البدر سائر الصحابة والقرابة أجمعين، إلى حضرة أولياء الله من مشرق الأرض ومغربها، وإلى حضرة مشايخنا وأساتذتنا وسائر الصالحين. اللهم إلى حضرة قطب هذا الزمان وولي هذا المكان يا رب العالمين. اللهم إلى حضرة من نبيناه خاصة يا رب العالمين. اللهم اغفر له وارحمه. اللهم ارفع درجته في المهديين. اللهم اخلفه في عقبه في الغابرين. اللهم ارفع درجته في المهديين. اللهم اخلفه في عقبه في الغابرين. اللهم ارفع درجته في المهديين. اللهم اخلفه في عقبه في الغابرين. اللهم إلى حضرة أمواتنا وأموات المسلمين. اللهم إلى حضرة من دفنوا في هذه البلدة يا رب العالمين. اللهم اغفر لهم وارحمهم. اللهم اجمع بيننا وبينهم في دار جناتك النعيم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടുന്ന നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ വലിയ പരിശുദ്ധ ഖുർആൻ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. മൗലിദ് പാരായണം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. തഹ്ലീലുകൾ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, അതിന്റെ എല്ലാം സൗരഭ്യങ്ങൾ ഞങ്ങളുടെ എല്ലാ മേഖലകളിലും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹുവേ അതിന്റെ മിസ്ല സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഈ നാടിന്റെ ഒരു വിളക്കായി കേരളത്തിൽ തന്നെ അറിയപ്പെട്ട തലയെടുപ്പുള്ള പണ്ഡിതനായി നിലനിന്നിരുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് ഖാത്തമി ഉസ്താദ് അവരുടെ ഖബറിടത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെയും ഖബറിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കൊക്കെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ ഇതിന്റെ മിസ്ല സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, അല്ലാഹുവേ ഈ ജംഇനെ നീ അനുഗ്രഹീതമായ ഒരു സംഘമാക്കി മാറ്റണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ദോഷങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ പരിശുദ്ധമായ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനായ തമ്പുരാനെ നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണേ അല്ലാഹ്. മാഫ് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അദ്ദേഹം ചെയ്ത അനേകം ദീനീ ഖിദ്മത്തുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അന്ത്യ നിമിഷങ്ങളിൽ പോലും സംശയങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് ഇടറിയ ശബ്ദത്തിലാണെങ്കിലും മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്ത ഖിദ്മത്തുകൾ അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, അതൊക്കെ എപ്പോഴും നാഫിയായ ഇൽമായി ജാരിയായ ഒരു സദഖയായി അല്ലാഹു എപ്പോഴും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന അനേകം വോയിസ് ക്ലിപ്പുകളും സംശയങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ അനേകം ആളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. റഹ്മാനായ തമ്പുരാനെ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടത്തിലേക്ക് അതിന്റെ ഒക്കെ
പ്രകാശങ്ങൾ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ അദ്ദേഹത്തിന്റെ പദവി നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മരണത്തിൽ വേദനിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന സഹോദരങ്ങൾ, മക്കൾ, കുടുംബാദികൾ, ഭാര്യ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നീ അല്ലാഹുവേ ഉന്നതമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ മരണത്തിൽ വലിയ ക്ഷമ അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ നല്ലൊരു പകരക്കാരനെ നാടിനും നാട്ടുകാർക്കും നമുക്ക് എല്ലാവർക്കും മാതൃകയായി അല്ലാഹുവേ വലിയ പണ്ഡിതനായി നൽകണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ അദ്ദേഹത്തിന്റെ എല്ലാ രോഗസമയത്തൊക്കെ അനുഭവിച്ച പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ നീ ഖബറിൽ നീ എല്ലാവിധ സൗഭാഗ്യങ്ങളും കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ വാതിലുകൾ ആ ഖബറിലേക്ക് നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പരിശുദ്ധ ഖുർആന്റെ പ്രകാശം ആ ഖബറിൽ നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പരിശുദ്ധ ഖുർആന്റെ ശഫാഅത്ത് കൊടുക്കണേ അല്ലാഹ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളോടൊപ്പം അദ്ദേഹത്തെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പരിശുദ്ധ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റി തരണേ അല്ലാഹ്. വിഷമങ്ങളെല്ലാം പരിഹരിച്ചു തരണേ അല്ലാഹ്. രോഗങ്ങളെല്ലാം ശിഫയാക്കി തരണേ അല്ലാഹ്. കടങ്ങളെല്ലാം വീട്ടി തരണേ അല്ലാഹ്. കച്ചവടങ്ങൾ, ജോലികളിൽ, കൃഷികളിൽ ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളും നീ ബറക്കത്ത് ചെയ്തു തരണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനുള്ള ധാരാളം കാരണവന്മാരും പണ്ഡിതന്മാരും സാധാരണക്കാരും ഒക്കെ ഉണ്ട് അല്ലാഹുവേ. അവരുടെ കുടുംബങ്ങളിലൊക്കെ നീ ഐശ്വര്യവും സമാധാനവും കൊടുക്കണേ അല്ലാഹ്. ഇവിടെ എല്ലാ ആഗ്രഹ അഭിലാഷങ്ങളും നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ അല്ലാഹുവേ പരിശുദ്ധ ഹജ്ജ്, ഉംറ, സിയാറത്തിനൊക്കെ ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാഹ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ നാട്ടിൽ നിന്നൊക്കെ പരിശുദ്ധ ഹജ്ജിനും ഉംറക്ക് സിയാറത്തിനൊക്കെ പോയവർക്ക് അല്ലാഹു ഇതിന്റെ കാവൽ നൽകണേ അല്ലാഹ്. ഇവരുടെ ദുആകളിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദു